ഹാഡിയേഴ്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിൻ്റെ അഡ്മിഷൻ എടുത്തവർക്കുള്ള ഇൻസ്ട്രക്ഷനാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി ചിലപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ടാവും. അത് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ചെക്ക് ചെയ്യണം, അവിടെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്നുള്ളത്. മെയിലും ചെക്ക് ചെയ്യണം, എന്തെങ്കിലും മെസ്സേജുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ആ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക കേട്ടോ. ഇനി അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഈ വെബ്സൈറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ നിങ്ങൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ബയോമെട്രിക് വെരിഫിക്കേഷൻ്റെ ഇൻസ്ട്രക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ന്യൂ എന്ന് പറഞ്ഞിട്ട് റണ്ണിങ്ങിൽ പോകുന്നുണ്ട്. ബയോമെട്രിക് വെരിഫിക്കേഷൻ ഓഫ് ബിടെക് പ്രോഗ്രാം അഡ്മിറ്റഡ് സ്റ്റുഡൻസ് എക്സെപ്റ്റ് ക്യുസെക് ഫോർ ഷെഡ്യൂൾ ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. നമുക്കത് പറയാം. അപ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, അത് ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുസപ്പ് ഒഴിച്ചിട്ടുള്ള ബാക്കി എസ്ഒയുടെ മറ്റല്ലെങ്കിൽ തൃക്കാക്കരയുള്ള ക്യാമ്പസുകളിലെ ബിടെക് പ്രോഗ്രാമുകളുടെ ബയോമെട്രിക് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങുന്നതിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ 24-ാം തീയതിയിലെ ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 2024 അക്കാദമിക് ഇയർ ബിടെക് പ്രോഗ്രാമുകളുടെ ക്ലാസ്സുകൾ അവിടെയും എക്സെപ്റ്റ് ക്യുസെക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യുസെക് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ക്യാമ്പസ് അല്ലെങ്കിൽ ബിടെക് പ്രോഗ്രാമുകളുടെയൊക്കെ ക്ലാസ്സുകൾ 2/9/2024 ആരംഭിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു അറിയിപ്പ് ഇൻസ്ട്രക്ഷനായിട്ട് എടുക്കുക എന്നുള്ളതാണ്. വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കുക, ഇതിൽ എന്തെങ്കിലും 2-ാം തീയതിക്ക് മുമ്പ് ചേഞ്ചുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബയോമെട്രിക് വെരിഫിക്കേഷൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് പിന്നെ ഈ പേജിലേക്ക് വരാൻ പാടായതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇനി നിങ്ങൾക്ക് എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കോണ്ടാക്ട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കോണ്ടാക്ട്സിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ അഡ്മിഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി പക്ഷേ നിങ്ങളിനി അഡ്മിഷൻ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ഡിപ്പാർട്ട്മെൻറ്റ് കോൺടാക്ട് നമ്പേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ അഡ്മിഷൻ എടുത്തേക്കുന്ന കാര്യത്തിലും എന്തെങ്കിലും വേറെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കോൺടാക്ട് ചെയ്താൽ കറക്റ്റായിട്ട് പറയാൻ പറ്റും കേട്ടോ. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഈ അഡ്മിഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്പറിൽ തന്നേക്കണവർക്ക് വിളിച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ അറിയണമെന്ന് നിർബന്ധമില്ല. സോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഈ ബയോമെട്രിക് വെരിഫിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഇതിൽ നിങ്ങൾ ഈ റണ്ണിങ്ങിൽ പോകുന്ന ഈ ഒരു മെസ്സേജിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊരു യെല്ലോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഇൻസ്ട്രക്ഷൻ ഡൗൺലോഡ് ചെയ്ത് കിട്ടും. നമുക്കൊന്ന് വായിക്കാം കേട്ടോ, അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, ഇതിൽ പറയുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ നൽകുന്ന ബയോമെട്രിക് വെരിഫിക്കേഷൻ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഷെഡ്യൂളാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞത് ഓൾ ദ കാൻഡിഡേറ്റ്സ് ഹൂ റിസീവ്ഡ് അഡ്മിഷൻ ടു ബിടെക് പ്രോഗ്രാം ആൻഡ് കംപ്ലീറ്റഡ് ദ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആർ ഡയറക്റ്റഡ് ടു റിപ്പോർട്ട് ഇൻ പേഴ്സൺ ഫോർ സെൻട്രലൈസ്ഡ് ബയോമെട്രിക് വെരിഫിക്കേഷൻ ഷെഡ്യൂൾ ഓൺ 2 സെപ്റ്റംബർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓൾറെഡി ക്ലാസ്സുകൾ തുടങ്ങുന്നതും ഈ സെപ്റ്റംബർ 2-ാം തീയതി എന്നാണ് മെസ്സേജ് കാണിച്ചേക്കുന്നത്. ഈ ഒരു മെസ്സേജും വന്നേക്കുന്നത് 2-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് അത് കൺഫേം ചെയ്യുക കേട്ടോ. പിന്നെ വിളിക്കുമ്പോൾ എപ്പോഴും ഒരു 10:30 കഴിഞ്ഞിട്ട് ഒരു 11 മണിക്കുള്ള സമയത്ത് വിളിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൻ്റെ വിളിച്ചാലും നിങ്ങൾക്ക് ചിലപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം എന്നില്ല. പിന്നെ ഒരു 3 മണിക്കൊക്കെ മുമ്പായിട്ടും വിളിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ഒക്കെ കിട്ടുന്ന ഇതാണ്. നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിക്കുന്നു എന്ന് വെച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. നിസ്സാര കാര്യങ്ങൾക്ക് വിളിക്കാതിരിക്കാം. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള കാര്യങ്ങൾക്ക് വിളിക്കുക കേട്ടോ. അഡ്മിഷൻ്റെ ഈ നമ്പറിൽ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റുന്നത് അതത് ഡിപ്പാർട്ട്മെൻറ്റിനായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത് അതിന് വേണ്ടി നമ്മുടെ സെൻട്രലൈസ്ഡ് ബയോമെട്രിക് വെരിഫിക്കേഷന് വേണ്ടി ഹാജരാവാനായിട്ട് ടൈമും അതുപോലെ തന്നെ വെന്യൂ ഒക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു ഷെഡ്യൂളൊന്ന് നോക്കാം. അപ്പോൾ വെന്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ഹാജരാവേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യുസാറ്റിൻ്റെ മിനി ഹോളാണ് സെമിനാർ കോംപ്ലക്സ് നിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. അപ്പോൾ തൃക്കാക്കര ക്യാമ്പസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൻ്റെ അടുത്തായിട്ടുള്ള സെമിനാർ കോംപ്ലക്സിലെ മിനി ഹാളിലാണ് നിങ്ങളോട് ഈ ഒരു ബയോമെട്രിക് വെരിഫിക്കേഷന് വേണ്ടി ഹാജരാവാനായിട്ട് പറയുന്നത്. അത്
നമ്മൾ നേരത്തെ പറഞ്ഞു ഡേറ്റ് 2-ാം തീയതിയാണ്, പക്ഷേ ടൈമിൽ വ്യത്യാസമുണ്ട്. 9 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് ബിടെക് ഇൻസ്ട്രുമെൻറ്റേഷനും ബിടെക് ഷിപ്പ് ടെക്നോളജിയും ബിടെക് പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി കോഴ്സുകളിലേക്കുമാണ് വെരിഫിക്കേഷൻ പറഞ്ഞേക്കണം. അത് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ്, പോളിമർ സയൻസ് ആണെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അവരാണ് വെരിഫിക്കേഷൻ. അവിടുത്തെ ആ ഒരു ഫെക്കൽറ്റീസാണ് ആ ഒരു വെരിഫിക്കേഷൻ ചെയ്യുന്നത്. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, അതുപോലെ ചെയ്താൽ മതി. ഇനി 11 മണി മുതൽ 3 മണി വരെ ഉള്ളത് SOയുടെ ക്യാമ്പസിലുള്ള സ്കൂൾ ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ ക്യാമ്പസിലെ ബിടെക് പ്രോഗ്രാമുകളുടെയാണ്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും ഫയർ ആൻഡ് സേഫ്റ്റി ആണ്. അപ്പോൾ ഇത്രയും കോഴ്സുകളിലേക്കുള്ള വെരിഫിക്കേഷൻ ഈ പറയുന്ന 2-ാം തീയതി 11 മണി മുതൽ 3 മണി വരെയാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ മിനി ഹോളിൽ വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മൾ അഡ്മിഷൻ കിട്ടി അലോട്ട്മെൻറ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാലാണ് നമ്മുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. സോ വെരിഫിക്കേഷന് വേണ്ടി വരാതിരുന്നിട്ട് ആ ഒരു അഡ്മിഷൻ ക്യാൻസലായി പോയാൽ പിന്നെ ക്യുസാറ്റ് അതിന് ഉത്തരവാദി ആയിരിക്കില്ല, നിങ്ങൾ തന്നെയാണ്. സോ അത് മെസ്സേജ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇതിലൊന്നും കൂടി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്തവർക്ക് ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ടാവും. മേ ബി ലാസ്റ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ആഡാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ കുഴപ്പമില്ല, ആഡാക്കാൻ വിഷമിക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ ഈ ഒരു 2-ാം തീയതി ചെല്ലുമ്പോൾ അതൊക്കെ ഓക്കെ ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇതാണ് ഇൻസ്ട്രക്ഷൻ ഉള്ളത്. അപ്പോൾ അത് ഫോളോ ചെയ്യുക. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.